പോരെ ഇനി എന്താ കാണാനുള്ള ഇതിനെ പറ്റി കാണാൻ ഒരു അടിപൊളി കാണണ്ട കണ്ടാളി 2 പ്രാവശ്യം അയക്കാൻ നീ ചിക്കണ് വേഗം നോക്കിയോളി ആരോഗ്യമൊക്കെ കഴിയാനായിട്ട് ഒരു മനുഷ്യൻ എത്ര ഞാനായതുകൊണ്ടാണ് ഇതിനകത്ത് വേറെ ഒരു സാധനവും ഇല്ല. ഇത് പാവപ്പെട്ട കർഷകന്റെ കാര്യമാണ്. പാവപ്പെട്ട കർഷകന്റെ കാര്യം ഇതിനകത്ത് വിട്ടുവീഴ്ചയില്ല. തീരുമാനമാണ് ഞങ്ങളിവിടെ എഴുന്നേക്കുന്ന പരിപാടിയില്ല. ഒരു സംശയമില്ല. തീരുമാനമാണ് നമ്മളിവിടെ പാടില്ല. കർഷക ഐക്യം സിന്ദാബാദ്. കർഷകർ നീതി നടപ്പാക്കുക. 1972 ഫോറസ്റ്റ് ആക്ട് അമൻഡ് ചെയ്യുക. കർഷക ഐക്യം സിന്ദാബാദ്. കർഷക ഐക്യം സിന്ദാബാദ്. കർഷക ഐക്യം സിന്ദാബാദ്. ഇന്നീ മണ്ണിൽ ജീവിക്കാൻ ആനയെ വേണം, പുലിയെ വേണം. സാധാ ജനത്തിന് ജീവിക്കാൻ അവകാശങ്ങൾ ഇല്ലാതെ ജീവിച്ചു മരിക്കുന്ന ജനത്തിനൊപ്പം ആനയെ ഇവിടെ നിന്ന് ബൈക്ക് വെടി വെച്ച് കൂട്ടിലടയ്ക്കുക. ആനയെ ഇവിടെ നിന്ന് അകറ്റുക. മുത്തങ്ങയിലോ എവിടെ വേണമെങ്കിലും ഇവർ കൊണ്ടുപോയിക്കോട്ടെ. ഇവിടെ ഇതിനെ തുറന്നുവിടാൻ പറ്റില്ല. നിലമ്പൂർ ഡിവിഷനിൽ കൊണ്ടിട്ടില്ല. കുത്തുകൊണ്ടും ചവിട്ടുകൊണ്ടും ആനയുടെ കുത്തുകൊണ്ട് കടുവയുടെ കടിയും കൊണ്ട് കർഷകമൊക്കെ മരിക്കുമ്പോൾ ഫോറസ്റ്റിന്റെ ഓഫീസർമാർ എഴുതിയ കടലാസിന്റെ വില ഉണ്ടാവില്ല. എഴുതിയ കടലാസിന്റെ വില ചെയ്യാനറിയാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കർഷകരുടെ കൂടെയുള്ള നിലപാടാണ്. ഇതിനകത്ത് രാഷ്ട്രീയമല്ല, ഇതിനകത്ത് മതമല്ല, ഇതിനൊന്നുമില്ല. ഇതിനകത്ത് കർഷകർക്കൊപ്പമുള്ള നിലപാടാണ്. വേറൊരു നിലപാട് ഇതിനകത്തില്ല. പാർട്ടിയൊന്നുമില്ല ഇതിനകത്ത്. കർഷകരുടെ വികാരത്തിൽ പാർട്ടിയൊന്നുമില്ല. ഇത് കർഷകരുടെ ചിന്തയാ, നാട്ടുകാരുടെ ചിന്തയാ. നിങ്ങൾ കേസ് വരുമെന്ന് പേടിയുള്ളവർ തിരിഞ്ഞു വയ്ക്കോ. ഇരിക്കേണ്ട ആരോ ഈ കേസ് ഞങ്ങൾ ഏറ്റെടുത്തോളും. ഈ കേസിന്റെ പേരിൽ ജയിലിൽ പോകുന്നതിൽ അഭിമാനമേ ഉള്ളൂ. ഒരു തർക്കവും ഇല്ല. ജനവികാരം ആനനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. കുറച്ച് പേര് മാത്രം കൊണ്ടുപോയിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് വിടുക. മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബോഡി വെച്ച് വില പേശി കളക്ടറുടെ മുന്നിൽ രാത്രി 9:30 പോയിരുന്ന് ഇതുപോലെ എഴുതി ഉണ്ടാക്കിയ ഒരു കടലാസം ഉണ്ടായി. ആ കടലാസിന്റെ വില പോലും ഇല്ല. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നത്, ഞങ്ങളോട് പറഞ്ഞ സാധനം എന്താ അറിയാം, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഫെൻസിങ്. ഞാൻ 4 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴോട് പറഞ്ഞതെന്താ അറിയാം, അതിന്റെ ടെൻഡർ നടപടികൾ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. അന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഫണ്ട് ഞങ്ങൾ വെച്ചില്ല. അതേ സാധനം ഇപ്പോൾ പറയുന്നത്. എന്ത് ചെയ്യാം, ഫണ്ട് അലോട്ട് ചെയ്ത് കടലാസ് തരട്ടെ, ഞാൻ അംഗീകരിക്കാം. 2, ഈ ആനയെ ഇവിടുന്ന് കയറ്റിയിട്ട് കുങ്കിയാനയെ വെച്ച് നിരീക്ഷിക്കുന്ന റേഡിയോ മോഡൽ വേണ്ട. നമ്മൾ ഇവരുടെ വാക്കിൽ വീടരുത്. ഇത് ചത്തുപോയ വരുന്ന കേസെന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊന്ന കേസൊന്നുമല്ലല്ലോ. എന്റെ പേര് എടുത്തോട്ടെ, ഞാൻ പോയി കിടന്നോളാം. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. എന്റെ പറമ്പ് ഇതിനപ്പുറത്ത് മരത്തോട്ടിലുണ്ട്. 72 തേങ്ങ ഉണ്ടായിരുന്നു, 4 തെങ്ങ അവശേഷിക്കും. ഒരു പടക്കം പൊടിക്കാൻ പോലും ഒരു മനുഷ്യനില്ല അവിടെ. ഈ പറയുന്ന ആരെങ്കിലും ഫോറസ്റ്റുകാർ ഈ വനത്തിന് അതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്നുണ്ടോ? ഈ CCF, റേഞ്ചർ, ഡെപ്യൂട്ടി കളക്ടർ, ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ സുരക്ഷിതത്തിൽ അവരുടെ വീട്ടിൽ ഇരിക്കുന്നത്. ഈ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വല്ലപ്പോഴും രാവിലെ വന്ന് വൈകുന്നേരം പോകുന്നതല്ലാതെ അവരുടെ ജീവനം
വേണം, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ഇതുപോലെ പറ്റിക്കരുത് മനുഷ്യനെ. ആ പറ്റിയത് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ഇതുപോലെ പറ്റിക്കപ്പെടാൻ നമ്മൾ അനുവദിക്കില്ല. പഞ്ചായത്ത് മെമ്പറാണ്. ആനയുടെ സുരക്ഷിതത്വം നോക്കി അത്രേ ഉള്ളൂ. നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്ത് ആളെ കൊന്നതിന് പേരിലല്ലല്ലോ, അഭിമാനത്തോടെ പോയി ജയിലിൽ കിടക്കണം. ഇവിടെ എത്ര ഈ നിങ്ങളെ കർഷകരുടെ നഷ്ടപ്പെട്ട എത്ര സാധനങ്ങളുണ്ട്, എന്തിനേലും നഷ്ടപരിഹാരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇത് ഇവര് സ്ഥിരം ഇറങ്ങാനുള്ള സമയമായി. അടുത്ത വരും ഒരു 2 വർഷം കൂടി ഇരിപ്പുണ്ട്. ആ ഇറങ്ങി കൊടുത്ത റോഡിലോട്ട് ഇറങ്ങി കൊടുത്തേ കൂട്ടുകാരെ സമാധാനം. ആനയാണ് കടന്നത്. ആനയെ ഇതിലെ വിട്ടാക്കണം, ഞങ്ങളെ പറഞ്ഞു നടന്നോട്ടെ. അതാ നല്ലത്. എനിക്ക് വേണ്ട, ഒരു പൊങ്കിലെ ഒരു കുഴപ്പമില്ല. കടലാസിന്റെ വരിയില്ലാത്ത അതിനെ അവർക്ക് വിശ്വാസമാണെങ്കിൽ അവർ ചെയ്തോ. ചെറിയ കടലാസിന്റെ വില പോലും ആ സാധനത്തില്ല. നാളെ നേരം ആന കാടി കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ അങ്ങനെ പല കാര്യങ്ങളും